ഒരത്ഭുതവും ഇല്ല. ഇന്ത്യയിൽ മതാധിഷ്ഠിതമായ ഭരണകൂടം വന്നതിന് ഒരത്ഭുതവും എനിക്ക് തോന്നാറില്ല. കാരണം എന്താ? അത്രയും മതാധിഷ്ഠിതമാണ് നമ്മുടെ സമൂഹം. ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ആർക്കും വോട്ട് കിട്ടും. ഇപ്പം മലപ്പുറത്ത് മുസ്ലിമിൻ്റെ പേര് പറഞ്ഞാൽ ലീഗിന് വോട്ട് കിട്ടുന്നില്ലേ? ലീഗിന് വോട്ട് കിട്ടുന്നില്ലേ? അപ്പോൾ അത് ദേശീയ തലത്തിൽ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് വോട്ട് കിട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? എളുപ്പമല്ലേ? എന്തിന് വെറുതെ കഷ്ടപ്പെടുന്നു? ഇപ്പൊ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എല്ലാം മാറിയിട്ട് എന്താണ്? കുംഭമേള നടത്തലും പിന്നെ പൊങ്കാല നടത്തലുമായി മാറി പ്രധാനപ്പെട്ട ദൗത്യം. ഇതിന്റെ പുറകെ പോവുക. രാഷ്ട്രത്തിന്റെ പുറകെ മതം വരേണ്ടതിന് പകരം മതത്തിന്റെ പുറകെ രാഷ്ട്രീയം പോവുകയാണ്. കുംഭമേളയും പൊങ്കാലയും നടത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഓരോ നമ്മുടെ സംസ്കാരത്തിന്റെ ഉത്സവങ്ങളുടെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ആർക്കും 4 വോട്ട് കിട്ടും. എളുപ്പമാണ്. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഒരു കഥയുണ്ട്. 2 ഹിന്ദുക്കൾ യാചിച്ചു കൊണ്ട് നടക്കുന്നവർ, യാചകന്മാരാണ്, ഭിക്ഷാന്തേഹികളാണ്. അവർ യാചിച്ചു കൊണ്ട് നടക്കുമ്പോൾ അന്ന് ചില്ലറ നാണയത്തുട്ടുകളാണ് കിട്ടുക. അപ്പോൾ ഒരുത്തൻ്റെ 25 പൈസ, 4 ഉറുപ്പിക കയ്യിൽ നിന്ന് തെറിച്ചു വീണുപോയി. ചെളിയുണ്ടായിരുന്നു അവിടെ, ചെളിയിൽ തപ്പിയിട്ട് കിട്ടുന്നില്ല. കിട്ടാതിരുന്നപ്പോൾ ഇവൻ പ്രാർത്ഥിച്ചു, യാ ഖുദാ, എൻ്റെ 4 ഉറുപ്പിക തിരിച്ചു കിട്ടണേ എന്ന്. യാ ഖുദാ എന്ന് മുസ്ലിങ്ങളാണ് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നു യാ ഖുദാ എന്ന്. അപ്പോൾ മറ്റവൻ ചോദിച്ചു, നീ ഹിന്ദു അല്ലേ? അതെ. പിന്നെ നീ എന്തിനാ മുസ്ലിം ദൈവത്തെ പ്രാർത്ഥിച്ചത്? അപ്പോൾ ഇവൻ പറഞ്ഞത്, 4 ഉറുപ്പികക്ക് വേണ്ടിയിട്ട് എൻ്റെ നമ്മളെ ദൈവത്തിൻ്റെ ചളി വരക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പുറത്തെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ദൈവത്തോടുള്ള ഇഷ്ടം, അതാണ് നമ്മുടെ മതവിശ്വാസം. അത്ര ഘോരമാണ്, അത്ര ആഴത്തിലുള്ളതാണ്. ഈ വിശ്വാസം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, എത്ര ആഴത്തിലും വിശ്വസിച്ചോട്ടെ. പക്ഷെ ആ ആഴം, അതിൻ്റെ വേരുകൾ എവിടെയായിരിക്കണം? അതിൻ്റെ വേരുകൾ നമ്മുടെ ദാർശനികതയുടെയും സത്യബോധത്തിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെ അടിത്തറയിലായിരിക്കണം. ഭാരതം പോലെ സൗന്ദര്യാധിഷ്ഠിതമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യം ലോകത്ത് വേറെ എവിടെയും ഉണ്ടോ? നമ്മുടെ ഭാരതത്തിൽ സൗന്ദര്യ സങ്കല്പങ്ങൾ, ദൈവം ഉണ്ടായ കാവ്യങ്ങൾ സൗന്ദര്യ സൃഷ്ടികളാണ്. അതിൻ്റെ ചിത്രം, ഈ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ആരുണ്ടാക്കിയതാണ്? നിരന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചിഗൂരഭാരവും മണികൾ മിന്നുന്ന മണിക്കിരീടവും എന്ന പാർത്ഥസാരഥിയായി തേര് തെളിക്കുന്ന കർണപർവ്വത്തിലാണ് എഴുത്തച്ഛൻ്റെ വർണ്ണനയുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ പോകാതെ തന്നെ വാകച്ചാർത്ത് കഴിഞ്ഞ കൃഷ്ണനെ നമ്മുടെ മുമ്പിൽ കാണാം. ഈ വർണ്ണന കേട്ടിട്ട് ചിത്രകാരന്മാർ വരച്ചതല്ലേ കൃഷ്ണന്റെ ചിത്രം? ശില്പികൾ കൊത്തിയെടുത്തതല്ലേ ദൈവത്തിൻ്റെ രൂപങ്ങളെന്ന് പറയുന്നത്? അല്ലാതെ ഏതെങ്കിലും ദൈവം സെൽഫി എടുത്ത് അയച്ചു തന്നാണോ? ഏതെങ്കിലും ദൈവം ഞാൻ ഇങ്ങനെയാണ്, മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം എന്ന് പറഞ്ഞിട്ട് ആരും ഒരു ദൈവവും ഞാൻ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞതാ. കലാകാരന്മാരുടെ സുന്ദര സൃഷ്ടികളാണ് ദൈവം. ലോകത്തിൽ ഏറ്റവും സുന്ദര സൃഷ്ടി ഏതെന്ന് വെച്ചാൽ ദൈവം എന്ന് പറയാം. കലാകാരന്മാരുടെ സുന്ദര സൃഷ്ടികളാണ്, സൗന്ദര്യാധിഷ്ഠിതമാണ്. സംഗീതമില്ലെങ്കിൽ ഭാരതത്തിൽ മന്ത്രങ്ങളുണ്ടോ, പ്രാർത്ഥനകളുണ്ടോ? സംഗീതമില്ലെങ്കിൽ. മലയാളികൾ രാമനെ അറിഞ്ഞത് ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട് കേട്ടിട്ടാണ്, പാട്ടാണ്. കൃഷ്ണനെ അറിഞ്ഞത് ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ട്, കൃഷ്ണഗാഥ കേട്ടിട്ടാണ്. ആധ്യാത്മിക ദർശനങ്ങൾ അറിഞ്ഞത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് കേട്ടിട്ടാണ്. പാട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രാർത്ഥനയുമില്ല. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പറഞ്ഞാൽ മൂകാംബിക ഓടിക്കുന്ന് കയറും. എന്നാ കെ ജയകുമാർ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്നാണ്. ആ നാദാത്മികയാണ്. നാദം, അക്ഷരം, സൗന്ദര്യം, ഇതൊക്കെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ അടിത്തറ.